വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ ആരോപണ വിധേയരായവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. 2 ഡോക്ടർമാരുടെയും 2 നഴ്സുമാരുടെയും പ്രോസിക്യൂഷന് വേണ്ടിയാണ് ഇപ്പോൾ അനുമതി. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ഈ നടപടികൾ വേഗത്തിലാകുന്നത്. സാനിയോ മുനമ്പി നമുക്കൊപ്പം ചേരുന്നു. വേഗത്തിലായി എന്ന് പറയുമ്പോഴും വലിയ തരത്തിലുള്ള കുരുക്കുകൾ ഉണ്ടായിരുന്നു. സാനിയോ, റിപ്പോർട്ടർ തുടർച്ചയായി വാർത്ത അതിജീവിതയുടെ അടക്കമുള്ള വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രോസിക്യൂഷൻ അനുമതി എന്താണ് വിശദാംശങ്ങൾ? അതെ, തുടർച്ചയായി കാത്തിരിപ്പിന് ശേഷമാണ്, വേഗത്തിലായി എന്ന് പറയുമ്പോഴും വലിയ കാത്തിരിപ്പ് ഹർഷന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വന്നിരിക്കുന്നത്. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് DGPക്ക് ഉത്തരവ് കൈമാറിയത്. അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കുകയും ചെയ്തു. പ്രതിപട്ടികയിലുള്ള ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹന, നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് ACP സുദർശനൻ പ്രതിപട്ടിക കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി തേടിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറാണ് പിന്നീട് ആഭ്യന്തര വകുപ്പിന് കത്തയച്ചത്. ഇത് നീണ്ടുപോകുന്ന ഘട്ടത്തിൽ ഹർഷന വീണ്ടും സമരം പ്രഖ്യാപിക്കുകയടക്കം ചെയ്തിരുന്നു. നവകേരള സദസ്സ് സമാപിക്കുന്ന ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ഒരു